ഹായ് ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശിക്കെതിരെ കൂടി കേസ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അനാമികയും വേണുവും രേവതിയും കൂടി എങ്ങനെയെങ്കിലും 50 കോടി രൂപയെങ്കിലും കൈക്കലാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുത്തശ്ശിക്കെതിരെ കൂടി കേസ് കൊടുത്തപ്പം അനന്തപുരിയിൽ എല്ലാവരും തന്നെ അനാമികയ്ക്കെതിരെ തിരിയാണ്. അങ്ങനെ നമ്മുടെ അനി നന്ദുവിനോട് പറയുന്നുണ്ട്, അനാമിക മുത്തശ്ശിക്കെതിരെ കൂടിയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ മുത്തശ്ശിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അവിടെ ചെന്ന് 3 ശരിയാക്കൂ എന്നൊക്കെ പറയാം. അങ്ങനെ നന്ദുവും അനിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വേണുവും അനാമികയും കാണുകയാണ്. അവിടെ വന്നിട്ട് അവരെ കുറേയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അനാമികയും അതുപോലെ തന്നെ അനിയും തമ്മിലൊരു പ്രശ്നമൊക്കെ അവിടെ വെച്ച് ഉണ്ടാവുക. അപ്പം നന്ദു അനിയും വെല്ലുവിളിക്കുന്നുണ്ട് അനാമികയെ. അതേസമയം കേസൊക്കെ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അനാമികയ്ക്കെതിരെ വാദിച്ച് ജയിക്കാൻ പോകുന്നത് നമ്മുടെ നയനയാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ഒന്ന് വീഡിയോ ഹൈപ്പ് ചെയ്യാനും കൂടി ആരും മറക്കല്ലേ. അങ്ങനെ അനിയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ അനാമികയും വേണുവും കൂടെ. അപ്പോൾ വെല്ലുവിളിക്കുകയാണ്. അനാമിക പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടിനെ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയല്ല, എന്തായാലും അനുവദിക്കുകയെന്ന് പറയും. അപ്പം അനി പറയാം, നിൻ്റെ അനുവാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ മുത്തശ്ശിക്കെതിരെ കൂടി നീയൊക്കെ കേസ് കൊടുത്തിരിക്കുകയാണല്ലേ. മുത്തശ്ശിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളെന്ന് പറയാം. അപ്പം വേണു പറയാണ്, ഞങ്ങൾക്ക് തരാനുള്ള പണം തന്നാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയല്ല. ഒരു 50 കോടി രൂപയെങ്കിലും ഞങ്ങൾക്ക് തന്നാൽ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുമ്പം അനി പറയാം, പിന്നെ 50 കോടി രൂപയ്ക്കുള്ള ചരക്കല്ലേ ഈ നിൽക്കുന്നത്. നിനക്ക് എന്തിൻ്റെ പേരിലാണ് അനന്തപുരിക്കാർ 50 കോടി രൂപ തരേണ്ടത്? കോടിക്കണക്കിന് പണം അനന്തപുരിയിൽ ഉണ്ടെങ്കിൽ പോലും അത് അനാവശ്യമായ ഒരു കൈകളിലേക്കും ചെല്ലുന്നത് മുത്തശ്ശന് താല്പര്യമില്ല. നിങ്ങളെപ്പോലെ ദൂർത്തും അതുപോലെ തന്നെ ഫ്രോഡ് തരമൊക്കെ ആയിട്ട് നടക്കുന്നവർക്കൊക്കെ എന്തിനാണ് ഈ പണം തരുന്നത്? അതൊന്നും നീ പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേണുവിനും അനാമികയ്ക്കും ഒക്കെ നല്ല ദേഷ്യമാവുകയാണ്. അവൻ പറഞ്ഞത് കേട്ടില്ലേ, ആ പീറ ചെറുക്കൻ പണം തരില്ലെന്ന്. പണത്തിന് വേണ്ടിയല്ലേ മോളെ നമ്മൾ ഇതൊക്കെ കളിച്ചത്. എന്നിട്ട് അവൻ അങ്ങനെ പണം തരില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അനാമിക പറയാ, അത് നേരെ അച്ഛാ, അവൻ പറഞ്ഞാൽ അത് ശരിയാവില്ല. മാത്രമല്ല അവൻ ഇപ്പോഴും ആ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവരെ രണ്ടിനെയും ഒരുമിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഈ അനാമിക അനുവദിക്കില്ല. ഞാൻ ഒരിക്കലും അത് സമ്മതിക്കില്ലെന്ന് പറയാണ്. അപ്പം വേണു പറയാതെ അതൊക്കെ ഒരു വശത്ത് കിടക്കട്ടെ, പക്ഷെ നമുക്ക് കിട്ടാനുള്ള പണം കിട്ടി അപ്പോഴേ ഡിവോഴ്സ് കൊടുത്ത് നീ നിൻ്റെ കാമുകനൊപ്പം കല്യാണം കഴിച്ച് ജീവിച്ചോണം. നിനക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണം. പിന്നെ ആ നന്ദു അനിയും അവരൊന്നിക്കാതിരിക്കാൻ നമുക്ക് സൈഡിൽ കൂടെയുള്ള കളികളൊക്കെ കളിക്കണം എന്ന് പറയാം. അപ്പോഴേക്കും CIയോട് ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് വേണു അനാമികയോട്. അപ്പോൾ അനാമികയൊക്കെ ആ CI, ആ കിഴങ്ങൻ, അയാൾ എന്ത് പറഞ്ഞു? അവളെ വിവാഹം കഴിക്കാനിരിക്കുന്ന ആളല്ലേ. എന്നിട്ട് അവൾ ഈ അനിയുടെ പുറകെ നടക്കുന്ന വിവരം അച്ഛൻ പറഞ്ഞിട്ടും അയാളൊന്നും അനങ്ങിയില്ല എന്ന് ചോദിക്കുക. അപ്പോൾ വേണു പറയും, എവിടെന്ന്? അയാളെ ഞാൻ വീഡിയോ സഹിതം കൊണ്ട് കാണിച്ചു. ആ നന്ദു ഏത് സമയവും അനിയുടെ പുറകെയാണ്, അതിനൊരു തടസ്സം വയ്ക്കണമെന്ന്. അപ്പോൾ അയാൾ പറയാണ്, നന്ദുവിനെ അയാൾക്ക് ഭയങ്കര വിശ്വാസമാണ്, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, നന്ദു എൻ്റെ പെണ്ണാണ്, അനിയെന്ന് പറയുന്നവൻ മാത്രമാണ് ഇങ്ങനെ നടക്കുന്നതെന്ന്. അയാൾക്കതൊന്നും ഒരു വിഷയമല്ലാത്ത പോലെയാണ് പറയുന്നത്. പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അനാമിക പറയാം, അങ്ങനെ ഒരു കിഴങ്ങൻ ആ നന്ദു അവൻ്റെ പുറകെയാണെന്ന് പറഞ്ഞിട്ട് കൂടി ആ CI എന്ന് പറയുന്നവന് ഒരു വിവരം ഇല്ലാതെ പോയല്ലോ. ഇവനൊക്കെ എന്തൊരു കിഴങ്ങനാ, ഇവനെയൊക്കെ ആരാ ഒരു പോലീസിലെടുത്തത് എന്നൊക്കെ പറയണം. അതേസമയം നമ്മുടെ CI സച്ചിനാണ് ഇതങ്ങ് കൊണ്ടുകേട്ടോ. വേണു ചെന്ന് അനാമികയുടെയും അനിയുടെയും കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വീഡിയോ കാണിക്കുകയൊക്കെ ചെയ്തപ്പം വേണുവിനോട് എതിർത്ത് നിന്നുവെങ്കിലും നന്ദുവിൻ്റെ സ്വഭാവ മഹിമയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞെങ്കിലൊക്കെ നമ്മുടെ CIക്ക് പിന്നീട് അത് മനസ്സിലേക്ക് തട്ടുകയാണ് ചെയ്തത്. ദൈവമേ, നന്ദു അവൻ്റെ പുറകെയാണല്ലോ നടക്കുന്നത്, ഞാൻ നന്ദുവിനെ അത്രയ്ക്ക് അങ്ങ് മോഹിച്ചു പോയി, എന്നിട്ടും അവൾ ആ അനിയുടെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും തടയണം, അവർ രണ്ടും ഒന്നിക്കാൻ പാടില്ല. അനിയെന്ന് പറഞ്ഞവൻ ഇപ്പോഴും നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അവനെ പിടിച്ചൊന്ന് പെരുമാറണം, എന്നാലേ ഉള്ളൂ അവൻ അതിന് ഒരു മാറ്റം വരുവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് സ്റ്റേഷനിലേക്കൊക്കെ വരുമ്പോൾ നല്ല ദേഷ്യത്തോടു കൂടിയാണ് CI വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ സക്കറിയ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, സാറേ എന്താ സാറേ സാറിൻ്റെ മുഖം ഇന്ന് വല്ലാതിരിക്കുന്നത്? ഏതോ ഒരു സ്വപ്ന ലോകത്ത് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താ? നന്ദു മേഡം സാറിനോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുക.
അപ്പോൾ നമ്മുടെ സച്ചിന് ദേഷ്യം വന്നിട്ട് പറയാം, താൻ എന്തിനാണോ ഇതൊക്കെ അറിയുന്നത്? നന്ദു മാഡം അവൾ ആരാണെന്ന വിചാരം? അവൾ എന്നോട് എന്ത് പറയാനാ? അവളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല, സാറിനെ കണ്ടപ്പം സാറിൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുള്ള പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാന്ന് സക്കറിയെ പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ സച്ചിൻ പറയുന്നുണ്ട്, അതേടോ എനിക്കൊരു വിഷമമുണ്ട്. എന്താണോ, തന്നോട് ഞാൻ മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ, അതുകൊണ്ട് തന്നോട് ഞാൻ വീണ്ടും പറയാം. ആ അനീന്ന് പറയുന്നവനുണ്ടല്ലോ, നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ വാലാട്ടി നടക്കുകയാണ്. അവളുമായിട്ട് ഓരോ സ്ഥലത്ത് കറങ്ങാൻ പോകുന്നുണ്ട്. മിക്കപ്പോഴും ഇപ്പം അനിയും നന്ദുവും തമ്മിൽ കറങ്ങി നടക്കുന്നുണ്ട്. നന്ദുവിൻ്റെ സ്വഭാവം മോശമല്ല, അവൾ നല്ല പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം. അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അന്ന് ബീച്ചിൽ വെച്ച് അവൾ എന്നോട് പറഞ്ഞതുവാ. പിന്നെ ഈ അനി ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുമ്പം അവൾ എന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ സക്കറിയെ പറയാ, സാറ് നന്ദു മേഡത്തിനെ അത്രയ്ക്കെങ്ങനെ വിശ്വസിക്കുമൊന്നും വേണ്ട. നന്ദു മേഡത്തിൻ്റെ പഴയ കാമുകൻ തന്നെയായി ഈ അനി എന്ന് പറയുന്നവൻ. ഇപ്പോഴും അവൻ ഡിവോഴ്സിലേക്കൊക്കെ പോയതുകൊണ്ട് രണ്ടുപേരും കൂടെ ഒന്നിക്കാനുള്ള സാധ്യത കൂടുതലാണ് സാറേ. ഒരു പെണ്ണിനെ അങ്ങനെ കണ്ണടച്ച് സാറ് വിശ്വസിക്കുകയൊന്നും ചെയ്യരുതെന്ന് പറയാം. അപ്പോൾ CI സച്ചിൻ പറയാം, എനിക്ക് എന്തായാലും നന്ദുവിനെ വിശ്വാസം തന്നെയാണ്. ഞാൻ ഇന്ന് അവളോട് ഒന്നുകൂടി ചോദിക്കും, എന്നെ അവൾക്ക് ഇഷ്ടമാണോ എന്നുള്ള കാര്യം. അല്ലാന്ന് അവൾ പറഞ്ഞുണ്ടല്ലോ, പറഞ്ഞാൽ സാർ എന്ത് ചെയ്യും? അനിയുമായിട്ട് വിവാഹം കഴിച്ചു കൊടുക്കുമോ എന്ന് സക്കറിയെ ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, എടോ അതല്ല, അവൾ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ മനസ്സ് തകരും. അവൾ അങ്ങനെയൊന്നും പറയില്ലടോ, അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അനിയെ അവനെ ഒതുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദു സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്. അപ്പം നന്ദു വരുന്നത് കണ്ട് തന്നെ നമ്മുടെ CI ഇങ്ങനെ, ആ നന്ദു വന്നല്ലോ, ഇനിയിപ്പം നന്ദുവിനെ ഇങ്ങോട്ട് വിളിപ്പിച്ച് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം, എൻ്റെ ക്യാബിനിലേക്ക് തന്നെ അവളെ വിളിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഒരു കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് കേട്ടോ, SIയോട് ഇങ്ങോട്ട് വരാൻ പറയണമെന്ന് പറയാണ്. അങ്ങനെ നന്ദു വന്ന ഉടനെ തന്നെ നന്ദുവിനോട് ചെന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്, CI സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു മേഡത്തിനെ എന്ന് പറയണം. അപ്പം നന്ദു ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചെന്ന് സല്യൂട്ടൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ CI സല്യൂട്ടൊക്കെ അടിക്കുകയാണ്. എന്നിട്ട് നന്ദു അവിടെ നിന്ന് ചോദിക്കുക, എന്താ സാർ, എന്തിനാ വിളിപ്പിച്ചത് തന്നെ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, അല്ല നന്ദു ഇരിക്കെ, എനിക്ക് നന്ദുവിനോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, വേണ്ട സാറേ, ഞാൻ നിന്നോളാം, സാറ് കാര്യം പറ, എന്തെങ്കിലും ഒഫീഷ്യൽ ഡ്യൂട്ടി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. അല്ല, ഡ്യൂട്ടിയൊന്നും അല്ല, നമ്മുടെ പേഴ്സണൽ കാര്യം സംസാരിക്കാനാണ്. എനിക്ക് ഒരു സ്പേസ് കിട്ടണ്ടേ നന്ദുവിനോട് സംസാരിക്കാൻ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, പേഴ്സണൽ കാര്യങ്ങളൊക്കെ സാറേ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് സംസാരിക്കാം. ഇവിടെ ഈ സ്റ്റേഷനിൽ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണോ? നമ്മൾ തന്നെ ഇങ്ങനെ നിയമം തെറ്റിച്ച നമ്മുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ എന്ത് വിചാരിക്കും? നമുക്കിവിടെ ഉള്ള വില കൂടെ പോവില്ലേ സാറേ എന്ന് ചോദിക്കാം. അപ്പം സച്ചിൻ പറയുന്നുണ്ട്, നന്ദു എന്നെ ഇങ്ങനെ സാറേന്നൊന്നും വിളിക്കണ്ട, ആ വിളിയൊക്കെ അങ്ങ് നിർത്തിയേരെ, സച്ചിന്നോ സച്ചിയേട്ടാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചാൽ മതി. അപ്പോൾ നന്ദു പറയാം, അതൊന്നും ശരിയാവില്ല സാറേ, ഞാൻ സാറിൻ്റെ സബോർഡിനേറ്റാണ്. അപ്പോൾ സാറിനെ വിളിക്കേണ്ട പോലെ തന്നെയല്ലേ വിളിക്കേണ്ടത്? ഒരു പോലീസുകാരി, അതായത് ഒരു SI, ഒരു CI സാറേ എന്നല്ലാതെ സച്ചിന്നോ അല്ലെങ്കിൽ സച്ചിനേട്ടാന്നോ വിളിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതൊന്നും ശരിയാവില്ല സാറേ എന്ന് പറയുമ്പം പറയാണ്, ശരി എന്നാൽ ഒഫീഷ്യലായിട്ട് സാറേ എന്ന് വിളിച്ചു, പക്ഷേ പുറത്ത് നമ്മൾ കാണുമ്പം എന്നെ അങ്ങനെ സാറേ എന്ന് വിളിക്കരുത്. അപ്പോൾ നന്ദു പറയാ, അത് സാറേ ഞാൻ അങ്ങനെ ശീലിച്ചു പോയി, ഓഫീസിൽ ഇങ്ങനെ സാറേ എന്ന് വിളിച്ചിട്ട് പുറത്തിറങ്ങുമ്പം ചേട്ടാന്ന് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ സാറേ എന്ന് വിളിച്ചോളാം. റെസ്പെക്റ്റ് മനസ്സിലല്ലേ ഉണ്ടാവേണ്ടത്? അപ്പം CI പറയാ, ശരിയാ, റെസ്പെക്റ്റ് മനസ്സിലാണ് ഉണ്ടാവേണ്ടത്, അതുപോലെ തന്നെ സ്നേഹവും മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. നന്ദുവിൻ്റെ മനസ്സിൽ എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞതാ. എന്നാലും ഒരു കാര്യം ഞാൻ നന്ദുവിനോട് ചോദിക്കട്ടെ? അപ്പോൾ നന്ദു പറയാ, എന്താ സാറിന് എന്നോട് ചോദിക്കാനുള്ളതെന്ന് ചോദിക്കാം. അല്ല നന്ദു എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് നന്ദുവിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലാണ്. അപ്പോൾ ആ ചെല്ലലൊന്നും നന്ദുവിന് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. നന്ദു ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയാം, നന്ദു ഞാൻ ചോദിക്കട്ടെ, അനിയും നന്ദുവും തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലായിരുന്നെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു. അപ്പോഴേക്കും നന്ദു പറയാം, ഇതൊക്കെ സാറിനോട് ആരാ പറഞ്ഞത്? ഞാനും അനിയും ഫ്രണ്ട്സായിരുന്നു, അങ്ങനെ വേറൊരു തരത്തിലുള്ള ഇഷ്ടമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടൊന്നുമില്ല എന്ന് പറയണം. അപ്പോഴേക്കും സച്ചിൻ പറയാം, അങ്ങനെ ഒരു ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പോഴും പലരും പറയുന്നുണ്ട് അനി ഡിവോഴ്സിലേക്കൊക്കെ പോയത് നന്ദു കാരണമാണെന്ന്. നന്ദുവിനോടുള്ള ഇഷ്ടം കാരണമാണ് അനാമികയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റാതിരുന്നതെന്ന്. അതുകൊണ്ട് നന്ദുവും അനിയും തമ്മിൽ ഇപ്പോഴും കറങ്ങിയൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. ഏതായാലും നമ്മുടെ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയല്ലേ, അധികം താമസിക്കാതെ അതങ്ങ് നടക്കുകയും ചെയ്യും. ആ സമയത്ത് നന്ദു ഇങ്ങനെ അനിയുടെ പുറകെ നടന്ന നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്തു പറയും നമ്മുടെ ബന്ധത്തെക്കുറിച്ച്?
ഞാനിങ്ങനെ നന്ദുവിനെ ചോദ്യം ചെയ്യാതെ അഴിച്ചു വിട്ടിരിക്കുകയാണെന്ന് അവർ പറയില്ലേ, അത് നമ്മുടെ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാവാൻ കാരണമാകില്ലേ നന്ദുവിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇനി അനിയുമായിട്ട് ഒരു ബന്ധവും വേണ്ട, അവൻ്റെ കൂടെ കറങ്ങാനും പോകണ്ട, അതങ്ങ് നിർത്തിയേക്ക് എന്ന് പറഞ്ഞ് നന്ദുവിൻ്റെ തോളയിലേക്ക് ചെന്നിങ്ങനെ പിടിക്കുകയാണ്. അപ്പം നന്ദുവിൻ്റെ തോളത്ത് പിടിച്ച് ഇനി ഇങ്ങനെ ഒരു സംസാരം വരുമ്പോൾ നന്ദുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നന്ദു പെട്ടെന്ന് കൈ തട്ടി മാറ്റുക. അപ്പോഴും CI ചേർത്ത് പിടിക്കാൻ നോക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, സാറേ കൈയെടുക്ക് സാറേ, ദേഹത്ത് തൊട്ടുള്ള സംസാരമൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുമ്പം പെട്ടെന്ന് CI സച്ചിൻ കൈയെടുക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്? നമ്മുടെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ അച്ഛനും അമ്മയും എല്ലാവരും സമ്മതിച്ച്, പിന്നെ ഞാൻ നന്ദുവിൻ്റെ ദേഹത്തൊന്ന് കൈ വെച്ചാൽ എന്താ? സ്നേഹം കൊണ്ടല്ലേ നന്ദു ഇങ്ങനെ എന്താ എന്നെ അകറ്റി നിർത്തുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയാണ്, വിവാഹം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, അച്ഛനും അമ്മയും എന്തെങ്കിലും വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല, എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയൊന്നും അല്ല അവരത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഞാനാണെന്നുള്ള കാര്യം സാറ് മറന്നു പോകരുതെന്ന് പറയാം. അപ്പോൾ സച്ചിന് ദേഷ്യം വരും കേട്ടോ. സച്ചിൻ ചോദിക്കുക, എന്താ നന്ദു ഈ പറയുന്നത്? അപ്പോൾ ഞാൻ വീട്ടിൽ വന്നതും നിങ്ങളുടെ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ എനിക്ക് വാക്ക് തന്നതും വെറുതെയാണോ? നന്ദുവിൻ്റെ ഇഷ്ടത്തോടെയല്ലെന്ന് പറയുന്നത് കേട്ടാ തോന്നുമല്ലോ നന്ദു ഇനി എന്നെ വേണ്ടെന്ന് വയ്ക്കുമെന്ന്, അതാണോ സത്യം എന്ന് ചോദിക്കുമ്പം നന്ദു ഒന്നും മിണ്ടാതെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ്. അപ്പം നമ്മുടെ സച്ചിൻ അങ്ങ് ദേഷ്യം വന്നിട്ട് മേശയ്ക്കിട്ടൊരു ഇടിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുക, അവനിട്ടൊരു പണി കൊടുക്കണം, പിടിച്ച് 4 എണ്ണം പൊട്ടിക്കണം, അങ്ങനെയാണെങ്കിൽ അവൻ ഒന്ന് ഒതുങ്ങുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം. അതേസമയം അനി രാത്രിയിൽ ഇങ്ങനെ ബൈക്കിൽ പോവാ കേട്ടോ. അപ്പം നമ്മുടെ CI സച്ചിൻ പുറകെ ജീപ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ സച്ചിൻ ഇങ്ങനെ ഓർക്കാണ്, അവൻ പോകുന്നുണ്ട്, ഇതാ നല്ല അവസരം, അവനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആദ്യം അങ്ങ് ശ്രമിക്കാം. ഇനി അതിനൊന്നും വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിടിച്ച 4 എണ്ണം ഞാൻ പൊട്ടിക്കും, എന്തായാലും എൻ്റെ നന്ദുവിനെ വിട്ടുകളയാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാം. അങ്ങനെ അനി ഒരു ഒതുങ്ങിയ സ്ഥലത്ത് എത്തുമ്പോഴേക്കും നമ്മുടെ CI വണ്ടി വട്ടം വയ്ക്കുക, എന്നിട്ട് ഇറങ്ങിച്ചില്ല. അപ്പം അനി ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, CI സാറായിരുന്നോ? എന്താ സാറേ ഈ പാതിരാത്രിയിൽ എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ നേരിട്ട് വിളിച്ച് പകൽ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാമായിരുന്നല്ലോ, ഇതിപ്പം എന്താ ഇങ്ങനെ വണ്ടി വട്ടം വെച്ച്? അപ്പോൾ CI പറയാണ്, എനിക്ക് നിന്നോട് എപ്പോഴെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്, നിനക്കറിയാലോ ഞാൻ എന്തായിരിക്കും നിന്നോട് സംസാരിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അനി പറയാം, ഇല്ല സാറേ സത്യമായിട്ടും എനിക്കറിയില്ല, എന്താ സംസാരിക്കാൻ പോകുന്നേ? അനിയുടെ എന്ത് കാര്യമാണ് അനിയോട് സംസാരിക്കാൻ സാറിനുള്ളത്? അനാമികയുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചിട്ടാണോ എന്ന് ചോദിക്കുക. അപ്പോൾ CI സച്ചിൻ പറയാം, അതൊന്നും എൻ്റെ ഒരു പ്രശ്നമേ അല്ല, നീയും അനാമികയും തമ്മിലുള്ള പ്രശ്നം അത് നിങ്ങളുടെ പ്രശ്നം മാത്രമല്ലേ, ഈ പാതിരാത്രിയിൽ വണ്ടി വട്ടം വെച്ച് നിൻ്റെ മുമ്പിൽ വന്ന് അത് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. അപ്പോൾ അനി ചോദിക്കുക, പിന്നെ എന്താ സാറേ സംസാരിക്കാനുള്ളത്? അതെ, എനിക്ക് നന്ദുവിൻ്റെ കാര്യം സംസാരിക്കാനുള്ളത്. നിനക്കറിയാലോ നന്ദുവുമായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് വീട്ടുകാർ, അത് നീയും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെ നീ എന്തർത്ഥത്തിലാണ് നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? നടപ്പങ്ങ് നിർത്തിയേക്കണമെന്ന് ഞാൻ പറയാൻ വന്നതാ. ഇതൊരു ലാസ്റ്റ് വാണിംഗ് ആയിട്ട് നീ എടുക്കണം. പല പ്രാവശ്യം ഈ കാര്യത്തിൽ ഒരു താക്കീതൊക്കെ തന്നിട്ടുണ്ട് ഞാൻ, പക്ഷെ നിങ്ങളത് അംഗീകരിക്കാനും ഒന്നും തയ്യാറല്ല. പക്ഷേ ഇപ്പം നീ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ഞങ്ങളുടെ ബന്ധത്തിലൊരു വിള്ളലാ, അതെനിക്കൊരു നാണക്കേട് തന്നെ ആളുകൾ കാണുന്നത്. അതുകൊണ്ട് ഇന്നുകൊണ്ട് നീ ആ പരിപാടി ഇങ്ങ് നിർത്തിയേക്കണം എന്ന് പറയാണ്. അപ്പം അനി പറയാം, ഓഹോ നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും അല്ലേ? എന്നിട്ട് നന്ദു പൂർണ്ണമായിട്ട് സമ്മതിച്ചോ സാറേ? അമ്മയും അച്ഛനും അല്ലാതെ നന്ദുവിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സമ്മതം ഉണ്ടായോ എന്ന് ചോദിക്കുക. അപ്പോൾ CI സച്ചിൻ പറയും, ഉണ്ടായി, നന്ദുവിൻ്റെ ഭാഗത്തുനിന്ന് സമ്മതം ഉണ്ടായി, അവൾക്ക് ഈ വിവാഹത്തിന് സമ്മതം തന്നെയാണ്. പിന്നെ നീ പുറകെ നടന്ന് അവളെ ശല്യപ്പെടുത്തി അവളുടെ മനസ്സ് മാറ്റാനൊന്നും ശ്രമിക്കണ്ട എന്ന് പറയാം. പനി പറയാം, ഞാൻ മനസ്സ് മാറ്റാനൊന്നും ശ്രമിക്കുന്നില്ല, പക്ഷേ നന്ദുവിൻ്റെ മനസ്സ് എനിക്കറിയാം. നന്ദുവിൻ്റെ മനസ്സിൽ സാറില്ല, ഒരു തരിമ്പ് പോലും ഇല്ല. നന്ദുവിൻ്റെ മനസ്സിൽ മുഴുവൻ ഞാനാ ഉള്ളത്. ഞങ്ങളുടെ വിവാഹമേ നടക്കുകയുള്ളൂ, ഞങ്ങളെ ഒന്നാവുള്ളൂ, അതാ ദൈവനിശ്ചയം. അല്ലാതെ സാറിനെ അവൾ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല സാറേ, വെറുതെ സ്വപ്നം കണ്ട് ഉറക്കം കളയണ്ടെന്നൊക്കെ പറയുമ്പം നല്ല ഒരെണ്ണം അനിക്കിട്ട് കൊടുക്കുക. എന്താടാ നീ പറഞ്ഞത്? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലല്ലേ? ഞാൻ ഇവിടുത്തെ CI മാത്രമല്ല, എൻ്റെ കയ്യിലെ ഇതുപോലെ ചെറിയ കുണ്ടാപ്പണികളൊക്കെ ഉണ്ട്. നീ ഇനി നന്ദുവിൻ്റെ പുറകെ നടന്ന അടിച്ച് നിന്റെ കരണക്കുറ്റി ഞാൻ പൊളിക്കും. ഇപ്പം തന്നതൊരു വാണിംഗ് ആയിട്ട് മാത്രം നീ ഏറ്റെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി കയറി ദേഷ്യപ്പെട്ട് പോവാണ് നമ്മുടെ സച്ചിൻ. അതേസമയം മുത്തശ്ശിക്കെതിരെ കൂടി അനാമികയും വേണുവും ഒക്കെ കേസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആകെപ്പാടെ എല്ലാവരും അനന്തപുരിയിൽ വിഷമിച്ചിരിക്കുക.
അപ്പോൾ നയന മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മുത്തശ്ശി പറയാണ്, നയന മോളെ കണ്ടില്ലേ, അനാമിക എനിക്കെതിരെ കൂടിയാ കേസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ കുട്ടിയെ എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? അവളെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അനിയും അതുപോലെ മറ്റുള്ളവരൊക്കെ അവളെ കുറ്റപ്പെടുത്തുമ്പോഴും ആ കുട്ടിയുടെ ഭാഗത്താണ് ന്യായമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും അവൾ എന്നെ പ്രതി ചേർത്ത് അഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിരിക്കുക. ഞാൻ അവളെ ഒരുപാട് ദ്രോഹിച്ചെന്നൊക്കെയാണ് പറയുന്നത്. പട്ടിണിക്കിട്ടെന്നും അങ്ങനെ മുറിയിൽ പൂട്ടിയിട്ടെന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ എനിക്കെന്തെങ്കിലുമൊക്കെ പ്രശ്നമാവുമോ മോളെ? എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയാം, മുത്തശ്ശി ഒന്നും കൊണ്ടും പേടിക്കണ്ട. കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും അനാമികയെ വെറുതെ വിടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവൾ ഈ വീട്ടിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഭയങ്കര തെറ്റുകളാണ്. അത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞിട്ടില്ലായിരിക്കും. പക്ഷേ അത് ഞാൻ എല്ലാം കോടതിയുടെ മുമ്പിൽ ഞാൻ തെളിയിക്കുമെന്ന് പറയാണ് നയന. അതേസമയമാണ് നമ്മുടെ സിയുടെ അടുത്ത് ചെന്നിട്ട് അനാമികയും അതുപോലെ വേണുവും എല്ലാം കൂടി ഒരു പരിപാടിയൊക്കെ നടത്തിയിട്ട് പറയുകയാണ്, നമുക്ക് ഈ കേസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു അറസ്റ്റിനൊക്കെ സാധ്യതയുണ്ട്. അനന്തപുരിയിൽ ചെന്നിട്ട് ദേ ആ അനിയെയും അതുപോലെ അവൻ്റെ മുത്തശ്ശിയെയും അറസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ സി ഐ പറയാണ്, ശരി അത് നമുക്കങ്ങ് ചെയ്ത് കളയാമെന്ന് പറയാം. അപ്പോൾ സി ഐ സച്ചിന് സന്തോഷമാണ്. കാരണം അനിയെ അറസ്റ്റ് ചെയ്ത് 2 ദിവസം ലോക്കപ്പിലൊക്കെ ഇടാമല്ലോ എന്ന് ഓർത്തിട്ട് അനിക്കൊരു പണി കൊടുക്കാൻ വേണ്ടി മുത്തശ്ശിയെ കൂടി അറസ്റ്റ് ചെയ്യാമെന്ന് പറയാം. അങ്ങനെ സി ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അനന്തപുരിയിൽ എത്തിയിട്ട് അനിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അനി ഇറങ്ങിച്ചെല്ലുക. അപ്പോൾ പറയുന്നുണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാന്ന് പറയുക. അപ്പം അനി സി ഐ സച്ചിനോട് ചോദിക്കുകയാണ്, ആഹാ സാറ് വ്യക്തിവൈരാഗ്യം മനസ്സിൽ വെച്ചിട്ടാണല്ലേ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ സി ഐ സച്ചിൻ പറയുന്നുണ്ട് കേട്ടോ, ഏയ് ഞാൻ വ്യക്തിവൈരാഗ്യമൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല, പക്ഷെ നിന്നെ കൈ കിട്ടിയപ്പോൾ എനിക്കൊരു സന്തോഷമായി എന്ന് പറഞ്ഞ് അനിയെ അറസ്റ്റ് ചെയ്യുകയാണ്, ജീപ്പിലേക്ക് കയറ്റുക. എന്നിട്ട് പറയുന്നുണ്ട്, വസുന്ധര ആരാണ്? ഇവൻ്റെ മുത്തശ്ശിയാണോ എന്ന് ചോദിക്കുക. വസുന്ധരയും പ്രതി ചേർത്തിരിക്കുകയാണ്. 2ാം പ്രതി വസുന്ധരയാണെന്ന് പറയുക. അപ്പോഴേക്ക് മുത്തശ്ശൻ അങ്ങ് ദേഷ്യം വരിക. മുത്തശ്ശൻ വന്നിട്ട് പറയുക, എന്താ നിങ്ങൾ പറയുന്നത്? വസുന്ധര 2ാം പ്രതിയോ? വസുന്ധര ഈ കേസിൽ എന്ത് ബന്ധമാണുള്ളത്? അവനിയുടെ മുത്തശ്ശിയാണെന്നല്ലാതെ അനാമികയെ ഒരു ദ്രോഹവും അവൾ ചെയ്തിട്ടില്ല. അങ്ങനെ ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അനാമികയുടെ അമ്മായിയമ്മയായ ജാനകിയല്ലേ പറയേണ്ടത്? എന്നിട്ട് വസുന്ധര ആ കുട്ടിയെ ഇവൾ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, നിങ്ങളിങ്ങനെ കണ്ണി ചോരയില്ലാതെ പെരുമാറരുതെന്ന് പറയുമ്പം സി ഐ സച്ചിൻ പറയുന്നുണ്ട്, സാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇവരെ വിളിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം തന്നെയാണെന്ന് പറയാം. അപ്പം നയനയും മുന്നോട്ട് വരികയാണ്, ദേവയാനിയും മുന്നോട്ട് വരുക. എന്നിട്ട് അവരും പറയുന്നുണ്ട്, ഇതൊന്നും ശരിയാവില്ല, അമ്മയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ദേവയാനി പറയാണ്. വേണമെങ്കിൽ ഞാൻ കൂടെ വരാം, പക്ഷേ അമ്മയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയാം. നയനയും പറയുന്നുണ്ട്, ദേ മുത്തശ്ശിയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നിങ്ങൾ നോക്കരുത്. മുത്തശ്ശിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. കൊച്ചുമക്കളെ സ്നേഹിച്ചിട്ടുള്ളതല്ലാതെ അവരെ ദ്രോഹിച്ചിട്ടില്ല. എന്നിട്ടും ആ പാവത്തിനെ അവർക്കിങ്ങനെ പോലീസ് സ്റ്റേഷനും ജയിലും ഒന്നും പരിചയമില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ സി ഐ പറയാം, അതൊന്നും പറ്റില്ലല്ലോ, അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞ് വനിതാ പോലീസ് മുത്തശ്ശിയെ കയറ്റി ജീപ്പിൽ കൊണ്ടുപോവുക. ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മുത്തശ്ശനും അതുപോലെ ദേവയാനിക്ക് നയനയ്ക്കും ഒക്കെ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. നയന പറയാണ്, അനാമികയുടെ കള്ളക്കളികളാണ്, അവൾക്ക് കോടികളുടെ സ്വത്ത് ഈ വീട്ടിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ ചെയ്ത പണിയാണ്, ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പം ദേവയാനിയും പറയുന്നുണ്ട്, ശരിയാ, ദേ അമ്മയെ വരെ അവൾ ജയിലിൽ കയറ്റി, അമ്മയെ വരെ സ്റ്റേഷനിൽ കയറ്റി, അവളെ വെറുതെ വിടരുത്, അവൾക്കെതിരെ നമുക്ക് കേസ് കൊടുക്കണമെന്ന് പറയാണ്. അപ്പം നയനയും പറയുന്നുണ്ട്, ശരിയാണ്, അവൾക്കെതിരെ കേസ് കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒറ്റ രൂപ പോലും അവൾക്ക് കിട്ടരുത്, അതുമാത്രമല്ല അവൾ അഴിക്കുള്ളിൽ കിടക്കുകയും ചെയ്യണം. അതുപോലുള്ള കാര്യങ്ങളല്ലേ ഈ അനന്തപുരിയിൽ അവളും അവളുടെ അമ്മയും അച്ഛനും കൂടി ചെയ്തു കൂട്ടിയത്. ആ പാലിൽ വിഷം ചേർത്ത് അമ്മയെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ അവളെ ഞാൻ കൊടുക്കും. അതുപോലെ ഇവിടുന്ന് സ്വർണ്ണം അടിച്ചു മാറ്റുകയും കള്ളത്തരം പറയുകയും പണം അടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തതിന് തെളിവുണ്ട്, അതിലെല്ലാം ഞാൻ വാദിക്കും, എല്ലാ തെളിവുകളും ഞാൻ കോടതിയിൽ നിരത്തി അവളെ അകത്താക്കുക തന്നെ ചെയ്യുമെന്ന് നയന പറയാണ്. അങ്ങനെ വക്കീലിനെ പോയി നയനെ കാണുക. എന്നിട്ട് നയന പറയുന്നുണ്ട്, അനാമിക ഇതിൽ രക്ഷപ്പെടാൻ പാടില്ല, അനന്തപുരിയിലെ ഒറ്റത്തരി സ്വർണ്ണം ഒരു പണവും അവൾക്ക് കിട്ടാൻ പാടില്ല. കാരണം മുത്തശ്ശിയെ കൂടി അവൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ കണ്ണി ചോരയില്ലാത്ത വർഗമാണെന്ന് പറയാം. എന്നിട്ട് കേസ് നയന തന്നെ തെളിവുകൾ ഉണ്ടാക്കി അനാമികയ്ക്കെതിരെ നിന്ന് വാദിക്കുകയാണ്. അങ്ങനെ ഓരോരോ തെളിവുകളും കണ്ടെത്തുകയാണ്. അപ്പോൾ പാലിൽ വിഷം ചേർത്ത് ദേവയാനിയെ കൊല്ലാൻ ശ്രമിച്ച് മരണത്തോട് മല്ലിട്ട് ദേവയാനി തിരിച്ചു വരികയായിരുന്നു. ആ കൊലപാതക ശ്രമത്തിനും അതുപോലെ സ്വർണവും പണവും ഒക്കെ അനന്തപുരിയിൽ നിന്ന് തട്ടി എടുത്ത കേസും എല്ലാം കോടതിയിൽ എടുത്തിട്ട് വാദിക്കുകയാണ് നമ്മുടെ നയന. അനാമികയ്ക്ക് പിന്നെ അവിടെ ഒരു വോയിസും ഇല്ല. കോടതി അനാമികയുടെ ഭാഗത്തേ അല്ല നിൽക്കുന്നത്. അങ്ങനെ
കോടതിയിൽ അനാമികയും വേണുവും രേവതിയും ചെയ്ത തെറ്റുകളൊക്കെ തെളിയുകയും 3 എണ്ണത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുകയും ചെയ്യാണ്. അങ്ങനെ കോടതിയിൽ നിന്ന് തന്നെ അനാമികയെ വിലങ്ങ് വെച്ച് പോലീസ് കൊണ്ടുപോവാണ്. അങ്ങനെ അനാമികയും വേണുവിനെയും രേവതിയും റിമാൻഡ് ചെയ്യുകയും അവർ ജയിലിൽ കിടക്കുകയും ചെയ്യാണ്. അനന്തപുരിയിൽ നിന്ന് 1 നയാ പൈസ പോലും അനാമികയ്ക്ക് കൊടുക്കാതെ കേസ് വാദിച്ച് ജയിക്കുന്ന നയനയാണ് കേട്ടോ. നയനയാണ് അതിന് മുൻകൈ എടുത്ത് ചെയ്യുന്നത്. കാരണം മുത്തശ്ശിയെ കൂടി കുടുക്കിയത് കൊണ്ടാണ് കേട്ടോ നയനയ്ക്ക് ഇത്രയും ദേഷ്യം വരുന്നത്. അതൊക്കെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ വരാൻ കിടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്